ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ രാജേശ്വരി സിബി. നമുക്കൊന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മാങ്ങ ഇട്ട് വെച്ച ഒരു അയലക്കറിയുടെയും അവിയലിൻ്റെയും റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. അതിന് വൃത്തിയാക്കിയ കുറച്ച് മീൻ വേണം, അയല മീൻ വേണം. പിന്നെ വൃത്തിയാക്കിയ മാങ്ങ, 4 പച്ചമുളക്, അതിന് അരപ്പിന് തേങ്ങ അരച്ചാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് 3-4 കൊച്ചുള്ളി ഇടുക. അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ചേർക്കുക. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് ചേർക്കാം. ഇതൊക്കെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ മീൻകറിക്കുള്ള അരപ്പ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഈ അരപ്പ് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒഴിക്കാം. അയല മീൻകറി നമ്മൾ പല രീതിയിലുണ്ടാക്കും. പുളിയും മുളകും പോലെ വയ്ക്കും, തേങ്ങ അരച്ച് വയ്ക്കും, മാങ്ങ ഇട്ട് വയ്ക്കുന്നവരുമുണ്ട്, ഇതിൽ തക്കാളി ചേർക്കുന്നവരുണ്ട്. മാങ്ങയ്ക്ക് പുളി കൂടുതലാണെങ്കിൽ പുളി കുറച്ച് പിഴിഞ്ഞൊഴിച്ചാൽ മതി. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ മാങ്ങ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അരപ്പിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഞാനെടുത്ത മാങ്ങ കുറച്ച് പുളി കുറവാണ്. അപ്പം അതിൽ കുറച്ച് പുളിവെള്ളം കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പുളിവെള്ളം ചേർക്കുന്നുണ്ട്. പുളിവെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കറി മൊത്തത്തിലൊന്ന് ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ കറിയൊക്കെ നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളിതിലേക്ക് വൃത്തിയാക്കി അരിഞ്ഞു വെച്ച മാങ്ങയും 4 പച്ചമുളകും ഇതിലേക്ക് അപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അയല മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അയല മീനും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഈ മീൻ കറി ഒന്ന് സെറ്റാവാനുള്ള സമയം കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ മീൻ കറിയൊക്കെ നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളും മാങ്ങയും പച്ചമുളകൊക്കെ തിളച്ച് വന്നു. ഇനി നമുക്ക് അവിയലുണ്ടാക്കാം. അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു. കായ്, വഴുതനങ്ങ, ക്യാരറ്റ്, 2 മുരിങ്ങക്ക, ഇത്രയാണ് ഞാൻ ചേർത്തത്. അതിൽ തേങ്ങയുടെ അരപ്പിന് തേങ്ങയിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, ഇത്രയും അവിയലിനുള്ള അരപ്പ് പോലെ അരച്ച് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഈ അരപ്പിലോട്ടിട്ട് നല്ല രീതിക്ക് അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോൾ അതിലേക്ക് അരപ്പിട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അരപ്പിട്ട് അതിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നമ്മുടെ അവിയലും റെഡിയായി. ഇനി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.